നമസ്കാരം, ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ലഹരിമുക്ത മഹല്ല് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഒന്നിച്ചിറങ്ങുകയാണ് നടക്കാവ് മഹല്ല് കമ്മിറ്റി. വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ താനൂർ നടക്കാവ് മഹലിലെ എല്ലാ മതപരമായ സംഘടനകളെയും ഒരുമിച്ച് ചേർത്ത് ലഹരി വിരുദ്ധ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. കുട്ടികൾക്കിടയിൽ ലഹരി വിനാശകരമായ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായും അതുണ്ടാക്കുന്ന ഭീകരവും വേദനാജനകവുമായ സംഭവങ്ങളുടെ വാർത്തകൾ നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ലഹരി വ്യാപനത്തിനെതിരെ താനൂർ നടക്കാവ് മഹല്ല് കൂട്ടായ്മ മഹലിലെ മതപരമായ സംഘടനകളെ ഒരുമിച്ച് ചേർത്ത് ലഹരി വിരുദ്ധ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. സമൂഹത്തിലാകമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി വ്യാപനത്തിനെതിരെ താനൂർ നടക്കാവ് മഹല്ല് ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുകയാണ്. ലഹരി മുക്ത മഹൽ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായാണ് ഇത്തരം ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ ആകമാനം ഭയാനകവും ഭീതിജനകവുമായൊരവസ്ഥ സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെ ഒരുമിച്ച് പോരാടാൻ മഹലിലെ മുഴുവൻ മതസംഘടനകളുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതസംഘടനകളുടെയും ഒരു കൂട്ടായ്മയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഗൃഹസന്ദർശന പരിപാടികൾ, ബോധവൽക്കരണ ക്ലാസുകൾ, നടക്കാവ് മഹല്ല് പരിധിയിൽപ്പെട്ട പള്ളികളിൽ ബോധവൽക്കരണം, കൗൺസിലിംഗ് ക്ലാസുകൾ, കുടുംബയോഗങ്ങൾ, ലഹരിവിരുദ്ധ സെൽ രൂപീകരണം, പേരന്റിംഗ് ക്ലാസുകൾ തുടങ്ങിയവ ലഹരിവിരുദ്ധ കോർഡിനേഷൻ കമ്മിറ്റിക്ക് കീഴിൽ ഏപ്രിൽ 2 മുതൽ മെയ് 2 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. പെരുന്നാൾ ദിനത്തിൽ മഹല്ല് മുഴുവൻ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നോട്ടീസ് വിതരണം നടത്തും. പോസ്റ്ററുകൾ, ബോർഡുകൾ എന്നിവ എല്ലാ മേഖലകളിലും സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പെരുന്നാൾ ദിനത്തിൽ എല്ലാ പള്ളികളിലും ഈദ്ഗാഹുകളിലും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കും. താനൂർ നടക്കാവ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ടി അബൂബക്കർ സാഹിബ്, സെക്രട്ടറി PK ബാവ ഹാജി, N അബ്ദുൾ റഷീദ്, BPO മുഹമ്മദ് ഹസ്കർ, O അബ്ദുൽ ജബ്ബാർ, PAK മുഹമ്മദ്, ഉമ്മർ കാരാട്, VPO അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് താനൂർ.